ഹലോ ഹായ് നമ്മളിപ്പോൾ മസനഗുഡിയിലാണ് എത്തിയേക്കണത്. മസനഗുഡിയിൽ നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലെത്തിയെന്നൊന്നും പറയാനില്ല. 1 വീക്ക് കൊണ്ട് നമ്മൾ ചാർട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണിത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയേക്കണത് ഒരു 12 പേര്, അതായത് 6 കപ്പിൾസ് പ്ലസ് സിബിൻ നമ്മുടെ ഡ്രൈവർ. സിബിൻ മാത്രമാണ് ചെറുപ്പക്കാരനായിട്ടുള്ളത്, ബാക്കി എല്ലാവരും സീനിയേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇത് വീഡിയോ ആയിട്ട് എടുക്കാൻ കാരണം നമ്മുടെ ചാനൽ എപ്പോഴും പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഈ മസനഗുഡിയും ഏകദേശം വിത്തിൻ 10 to 12 കിലോമീറ്റേഴ്സിൽ തന്നെ ഊട്ടിയൊക്കെ പൂക്കളുടെ പ്രധാന സ്ഥലങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടും, പൂക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അവിടെ മസനഗുഡി ഇവിടെയാണ് നമുക്ക് സ്റ്റേ ഒരുക്കിയേക്കുന്നത്. ഞങ്ങൾ നിലമ്പൂർ കാടുകളൊക്കെ കൂടി തേക്ക് മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്തിട്ട് വഴി ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്നുള്ള നിലയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്തിറങ്ങണം. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേസിലാണ് നമ്മൾ താമസിക്കുന്നത്. 2 കപ്പിൾസിന് താമസിക്കാവുന്ന തരത്തിലുള്ള, പുറമേ നിന്ന് ഇങ്ങനെ കണ്ടാലും ഉള്ളിൽ 5 സ്റ്റാർ ഫെസിലിറ്റീസാണുള്ളത്. ബെഡിങ്ങും ബാത്തിങ്ങും അറേഞ്ച്. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. ഈ കാണുന്നത് ബ്ലൂ കാണുന്നത് നമ്മളുടെ റെസ്റ്റോറൻറ്റ്. ഉള്ളിൽ നല്ല സൗകര്യവും ഒക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചായ കുടിച്ചു. ഓരോ ചായക്ക് അതിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്, 40 റുപ്പീസാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു 5:30 തന്നെ സഫാരി, ഒരു ജംഗിൾ സഫാരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറപ്പെട്ടു. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അവിടെ ചെടികളും പൂക്കളും ഒന്നും കാണാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. അപ്പം ഈ പറഞ്ഞ മെയിൻ റോഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് 2 ഓപ്പൺ ജീപ്പുകളിൽ പോലെ ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഊട്ടിക്ക് പുറപ്പെടുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനും അങ്ങനെയുള്ള ഗാർഡൻസൊക്കെ പിറ്റേ ദിവസം കാണാം. അപ്പം 8:30 പുറപ്പെടും എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും 7 o'clock കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ മെമ്പേഴ്സൊന്നും എത്തിയിട്ടില്ല എന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫോൺ കൊടുത്ത് കുറച്ചും കൂടി ഭാഗങ്ങൾ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം പോയി. ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവരെല്ലാവരും റെഡിയായി. എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയിലൊക്കെ കയറി. വണ്ടി ഡ്രൈവിങ്, സിബിൻ്റെ ഡ്രൈവിങ് പെർഫെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുരം ഇറങ്ങുന്നത് 34 ഹെയർപിൻ വളവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മളതൊന്നും അറിയാത്ത പോലെയാണ് അവൻ്റെ ഡ്രൈവിങ് ആയിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തിയിട്ട് ഞങ്ങളെടുത്ത ഫോട്ടോസും പ്ലാൻസും എല്ലാം നിങ്ങളെ കാണിച്ചാൽ വീഡിയോ വളരെ ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് എൻട്രൻസാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സൈഡ് ബിഗോണിയാസാണ് വെച്ച് പിടിപ്പിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ആസ്വദിച്ചു. കുറേ പൂക്കൾ കണ്ടു, കുറേ ചെടികൾ കണ്ടു, കുറേ ആസ്വാദനം മാത്രം ആയിട്ട് നമ്മൾക്കൊന്നും ഇതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റും പാസ്സാക്കി നമ്മൾ വീണ്ടും ഒരു കംഫർട്ട് സോണിലേക്ക് പോവാതെ നമുക്കിതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഗാർഡൻ സെറ്റിങ്ങിലൊക്കെ വരുത്താം എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 2 സ്ഥലത്തെ ഗാർഡൻ സെറ്റപ്പാണ് കണ്ടത്. ഒന്ന് ഞങ്ങൾ ആ സ്റ്റേ ചെയ്ത സ്ഥലത്തെ അവിടെ ഒരു ആംബിയൻസ് സൃഷ്ടിച്ചെടുക്കാൻ അവർ വളർത്തിയിട്ടുള്ള ചെടികളും അതിൻ്റെ സെറ്റിങ്സും, പിന്നെ രണ്ടാമതൊരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉള്ള ചെടികളും അതിൻ്റെ സെറ്റിങ്സും സെറ്റപ്പും ഒക്കെയാണ്. അങ്ങനെ 2 ഡിഫറെൻ്റ് ഉദ്ദേശത്തോടു കൂടി ആദ്യത്തെ സ്ഥലത്ത് സ്റ്റേ ചെയ്ത ആ സ്ഥലത്ത് വന്നു താമസിക്കുന്നവർക്ക് ഒരു നല്ല ആംബിയൻസ് കൊടുക്കുന്നതിന് വേണ്ടിയും, രണ്ടാമത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ ചെടികളെ മാത്രം ഉദ്ദേശിച്ച് വെറൈറ്റി ചെടികൾ അവ പരിപാലിക്കുന്ന മറ്റുള്ളവർക്ക്, അതായത് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് കണ്ടുപോവാൻ മാത്രം, അവർക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ട, അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ചല്ല ചെടികളുടെ സൗകര്യത്തിനനുസരിച്ച് ആളുകൾ വന്നു പോകുന്ന രീതിയിൽ ക്രമീകരിച്ച ബൊട്ടാണിക്കൽ ഗാർഡനും നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഗാർഡൻ സെറ്റപ്പിലേക്കൊക്കെ വരുമ്പോൾ
നമ്മളുടെ ഒരു ഉദ്ദേശം ഒരു വീടിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് ഒരു നല്ല ഫീൽ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഗാർഡൻ ആയിരിക്കണമല്ലോ നമ്മൾ. അതായത് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഉള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ സ്ഥലം വളരെ ചുരുങ്ങിയതാണ്, ഇടുങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ആ പദ്ധതിയെ ഉപേക്ഷിച്ചിരിക്കേണ്ടതല്ലല്ലോ. നമ്മൾ അതിലേക്ക് ചുരുക്കത്തിൽ ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവുകളാണ് ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചെറിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബാൽക്കണീസിൽ, ഫ്ലാറ്റുകളുടെ ചെറിയ ബാൽക്കണീസിലൊക്കെ ആ ഒരു വലിയ പ്രകൃതിയെ ചുരുക്കി കൊണ്ടുവന്ന് പോട്ടുകളിലും ഇപ്പം തന്നെ ഡിഫറെൻറ്റ് പോട്ട്സ് നമുക്ക് അവൈലബിളാണ്. അതുപോലെ തന്നെ 2 സ്ഥലത്തും നമ്മൾ കണ്ട ഒരു കാര്യം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെടികൾ നടാതെ കൂട്ടമായിട്ട് ലോങ് റോസിൽ നട്ട് അതൊരു മനോഹരമായ കാഴ്ചയാണ്. അത് നമുക്ക് അനുകരിക്കാവുന്നതാണ്. അങ്ങനെ പല കാര്യങ്ങളിലും പുതുമ കൊണ്ടുവരുന്നതിന് ഇതുപോലുള്ള സ്ഥലങ്ങളുടെ സന്ദർശനം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പ്രൊഫഷണലിസം, ഇവിടെയൊക്കെ പ്രൊഫഷണലിസം നമുക്ക് കാണാം. ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അവർ ഒരു 12 മണിക്കൂറെങ്കിലും അവർ ചെയ്യുന്ന ജോലിയിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ആൾക്കാരുടെ ഒരു പ്രൊഫഷണലിസം നമ്മൾ 1 മണിക്കൂറോ അരമണിക്കൂറോ ചെയ്യുമ്പോൾ ഗാർഡൻ സെറ്റിങ്ങിലായാലും കുക്കിങ്ങിലായാലും ഏത് കാര്യത്തിലായാലും അത് നമ്മൾക്ക് അത്രയ്ക്ക് ഉണ്ടാവില്ല. കാരണം പല കാര്യങ്ങൾ, നമ്മൾ വീട്ടിലെ ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനാണെങ്കിൽ അയാൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അതിലൊന്ന് മാത്രമാണ് അല്ലെങ്കിൽ അതിൽ ഒരു ഹോബിയായിട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഗാർഡനിങ്. പക്ഷേ പ്രൊഫഷണലായിട്ടുള്ള ഗാർഡനേഴ്സിനുമൊക്കെ ഇപ്പോൾ അവൈലബിളാണ്. എല്ലായ്പ്പോഴും അവരുടെ സഹായം തേടണം എന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ ഒരു ഹെൽപ്പ് നമ്മൾ തേടുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഗാർഡനിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെതർ. അവിടുത്തെ വെതർ ആഫ്രിക്കൻ വയലറ്റ്സ് ഒക്കെ വളരാൻ വളരെ നല്ല വെതറാണെങ്കിൽ നമുക്കിവിടെ വളർത്താൻ പറ്റിയ ചെടികൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആയിരിക്കും എഫക്റ്റീവായിട്ടുള്ള ഗാർഡനിങ്ങിലേക്കുള്ള മറ്റൊരു വഴി. നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത റെയറായിട്ടുള്ള പ്ലാന്റ്സ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വലിയ വിലയ്ക്ക് വാങ്ങി കൊണ്ടുവന്ന് വളർത്തുന്നതിനേക്കാളും നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ചെടികൾ കൂട്ടമായി വളർത്തുന്നതായിരിക്കും നമ്മുടെ തോട്ടങ്ങൾക്ക് കൂടുതൽ മനോഹാരിത നൽകുക. അതാണ് സ്മാർട്ട് ഗാർഡനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ വാട്സ് ഗ്രൂപ്പിൽ ചേരാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു.